ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതിൽ പ്ലേ ബട്ടൺ, ഫോർവേഡ്, റിവൈൻഡ്, പോസ് എന്നീ ബട്ടണുകൾ നമുക്ക് കാണാം. ഇതിന്റെ ഉപയോഗങ്ങളും നമുക്കറിയാം. നമ്മുടെ ജീവിതം ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് പോലെയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കും. ഇന്ന് കുറച്ച് നിമിഷത്തേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പോസ് ചെയ്യാം. എന്നിട്ട് കഴിഞ്ഞൊരു വർഷക്കാലത്തെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. 2 ശമൂവേൽ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പോസ് ആകുന്നത് പോലെ ദാവീദിന്റെ മനസ്സ് കുറച്ചു നേരത്തേക്ക് നിശ്ചലമായി പോകുന്നു. കുറച്ചു നേരം ദാവീദ് സ്തബ്ധനായിത്തീരുന്നു. പിന്നീടുള്ള നാഥാന്റെ വാക്കുകൾ ദാവീദിന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ദാവീദ് ഒന്നുകൂടെ ഒന്ന് ചിന്തിപ്പാനായിട്ട് ഇടയാവുന്നു. പിതാവ് പോലും മാറ്റി നിർത്തിയതായ അനുഭവത്തിൽ നിന്ന് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നു. മരണത്തിന്റെ മുൾമുനയിൽ നിന്ന് പോലും ദൈവം നൽകിയതായ വിടുതലുകൾ, ദൈവവുമായുള്ള ബന്ധം ദൃഢമാകുന്നതായ അനുഭവം, വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അവിടെ സംഭവിക്കുന്നു. കുടുംബജീവിതത്തിന്റെ നന്മകൾ അനുഭവിച്ചറിയുവാനായി സാധിക്കുന്നു. സ്നേഹിതനായ യോനാഥാന്റെ കരുതലും സ്നേഹവും ദാവീദ് അനുഭവിച്ചറിയുന്നു. പലപ്പോഴും ദൈവശബ്ദത്തിന് വേണ്ടിയുള്ള കാതോർക്കലുകൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ താൻ അനുഭവിച്ച ഈ നന്മകളിൽ നിന്ന്, ദൈവിക അനുഭവങ്ങളിൽ നിന്ന് ഒരു മാറ്റപ്പെടൽ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അവിടെയാണ് നാഥാൻ പ്രവാചകന്റെ ഈ വാക്കുകൾ ദാവീദിനെ വീഴ്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഈ സന്ധിയിൽ നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ദാവീദിനോട് സംസാരിച്ചതുപോലെ നമ്മളോടും സംസാരിക്കുന്നു. ചില വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ ചെയ്തത് നീയാണ്. ആ മനുഷ്യൻ നീയാണ്, വേറെ ആരുമല്ല. മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടുന്ന കാര്യവുമില്ല. ദാവീദിന് ദൈവം ചെയ്തതുപോലെയുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകി തന്നിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്. ദാവീദ് 41-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റിയിട്ടുണ്ട്. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, ജീവിതത്തിൽ വിജയങ്ങൾ നൽകി, കുടുംബജീവിതത്തിന്റെ നന്മകൾ അനുഭവിച്ചറിയുവാൻ സാധിച്ചു, മരണത്തിന്റെ മുൾമുനയിൽ നിന്ന് പോലും വിടുവിച്ചു. എന്നാൽ പലപ്പോഴും ദൈവത്തെ നാം മറന്നുപോയി, പാപത്തിന്റെ പടുകുഴിയിൽ വീണു. ഇതൊക്കെയും എന്റെ മിടുക്കാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ദൈവത്തോട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞതുപോലെ, രട്ടിലും വെണ്ണീറിലും ഇരുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ, തുടർന്നുള്ള ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ, പ്രാർത്ഥനയ്ക്കായി, രാജ്യത്തിന്റെ സേവനത്തിനായി തന്നെ സമർപ്പിച്ചതുപോലെ നമുക്കും ദൈവസന്നിധിയിൽ നമ്മളെ ഒന്ന് സമർപ്പിക്കാം. പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവം ആയിത്തീരട്ടെ. ആ മനുഷ്യൻ നീ തന്നെയാണ്, എന്നോട് തന്നെയാണ് പറയുന്നത് എന്നുള്ള ഉൾബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ഈ പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു.